video is powered by Savari Travel Mates, the real travel mates. ഹായ് ഗായ്സ്, വെൽക്കം ടു പൂജ കൃഷ്ണാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. എന്താണ്? യെസ്, അഖിലിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഓക്കെ, ഓക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എയർപോർട്ട് ലോഞ്ചിലിരിക്കുകയാണ് ആൻഡ് വി ആർ ഹാവിങ് ഫുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ്. കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡാണ്. പക്ഷേ എനിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് അഖിലിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആക്ച്വലി എൻ്റെ അമ്മയുടെ കൂടെയാണ്. അൺഫോർച്ചുനേറ്റ്ലി ബിഗ് ബോസിൽ സെക്കൻഡ് ഫ്ലൈറ്റ്, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അതിലൂടെയാണ് നമ്മൾ മലേഷ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ കുറേ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മലേഷ്യയിലേക്ക് പ്രോബ്ലി പോകുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ കൂടെ പിന്നെ സുജിത്തുണ്ട്, നമ്മുടെ വിന്നർ. അപ്പോൾ അതാണ് മെയിനായിട്ട്. ഇതാണ് നമ്മുടെ ലോഞ്ച് ഏരിയ. എല്ലാവരും ഫുഡ് കഴിക്കണം. ആൻഡ് വി ആർ ഹാവിങ് സം റൈസ്. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ, അത് ഈ പിടിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിന്ന് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഈ രാവിലെ ഇഡ്ഡലി മാത്രം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ ഹെയർ ഞാൻ ചെയ്തു ഗൈസ്. ഓക്കെ, രാവിലെ ഇഡ്ഡലി മാത്രം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. അവിടെ നിന്ന് 6 മണിക്കൂർ ട്രാവൽ എന്നിട്ട് ട്രിവാൻഡ്രത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ ഊള ഫുഡ്. ഞാൻ ട്രിവാൻഡ്രംകാരെ കുറ്റം പറയില്ല, ഊള ഫുഡായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ലോഞ്ചിൽ കയറിയിട്ട് നല്ലോണം കുശലായിട്ട് സാപ്പിടട്ടെ. കാരണം പൈസ നല്ലോണം പൊട്ടി. അതുകൊണ്ട് അഖിൽ ഇത് വയറ് നിറയെ കൊണ്ടുപോകും. പിന്നെ കുറച്ച് ബാഗിലിട്ടിട്ട് കൊണ്ടുപോയി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ പറയും അഖിൽ പൈസ അടച്ച് ഇത്ര എടുക്കണത്. സ്റ്റാർട്ടിങ് അതായത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. ഇന്ത്യ വിട്ടിട്ട് ആദ്യം പുറത്തേക്ക് പോകാണിപ്പോൾ. നമ്മുടെ ഫിലിംസിലൊക്കെയാണ് ആക്ച്വലി യോഗ അറിഞ്ഞത്. ഫിലിംസ് ആയിരുന്നു നമ്മുടെ പുസ്തകം വായിക്കല്ല. അതുകൊണ്ട് സിനിമ കുറേ കാണും. സിനിമ പ്രേമിയാണ്. നീ അവിടെ കുറച്ച് മൈക്ക് കയറ്റി വെക്കണം തോന്നുന്നു, അല്ലെങ്കിൽ തന്നെ സൗണ്ട് കുറവാണ്. ഓക്കെ. അപ്പോൾ സിനിമകളിലൂടെ കണ്ട നഗരങ്ങൾ ഇനി യഥാർത്ഥ ജീവിതത്തിൽ. മലേഷ്യയിൽ ഏത് പടത്തിലാണ് കണ്ടേക്കണേ? ഇഷ്ടംപോലെ പടങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് പടത്തിൽ? അങ്ങനെ പറയാൻ പറ്റില്ല. കുറേ പടങ്ങൾ മലേഷ്യ ഉണ്ടല്ലോ. എത്ര പടങ്ങൾ ഷൂട്ട് ചെയ്തത്? സൂര്യയുടെ പടം. കുറേ പടങ്ങളുണ്ട് അങ്ങനെ. ഇനി ഓൾസോ വി ഷുഡ് താങ്ക് സവാരി അവർ ട്രാവൽ. യെസ് ഗൈസ്, നമ്മുടെ ട്രാവൽ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് സവാരിയാണ് ബേസിക്കലി. ഞാൻ ഫുഡ് കഴിച്ചിട്ട് സംസാരിച്ചാൽ മതിയാ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകുമ്പം. ഞാനിപ്പോഴും പറയുന്നത് അവരുടെ ഓരോരുത്തരും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ. എന്തിനാണ് ബിഗ് ബോസ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോരുത്തർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതായത് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അസുഖമാണ്, അപ്പോൾ അവർക്ക് ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പം എനിക്ക് അഖിലിനെ കൊണ്ടിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം. അഖിലിനെ ആദ്യമായിട്ട് ഫ്ലൈറ്റൊക്കെ എത്തണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതെനിക്ക് അവരുടെ അടുത്ത് പറയാനൊരു ചമ്പലം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും വലിയ വലിയ റീസണായിട്ട് വരുമ്പം എൻ്റെ റീസൺ ഭയങ്കര സ്റ്റൂപ്പിഡായിട്ട് തോന്നി. പക്ഷേ ഐ എം ഗ്രേറ്റ്ഫുൾ. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ എന്താ പറയുക, എന്താ പറയാൻ, തമിഴൊക്കെ മിക്സായിട്ട് വരുന്നേ. ഞാൻ തമിഴത്തൊന്നുമല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിട്ടിയതിൽ ഐ എം സോ ഹാപ്പി. അതായത് എനിക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് മലേഷ്യയിൽ പോകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അതെന്തായാലും താങ്ക്സ് ടു പൂജ. പിന്നെ പതുക്കെ നമ്മൾ ഓരോ ഡ്രീമും അച്ചീവ് ചെയ്ത് തുടങ്ങുകയാണ്. ആൻഡ് ഓൾസോ താങ്ക്സ് ടു സഫാരി അഗൈൻ. നല്ല കോപ്പറേറ്റീവ് ആട്ടാർ. അപ്പോൾ വേറെ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരും ഇതൊക്കെ ആക്ച്വലി ഐ എം ഇൻട്രസ്റ്റഡ് ടു മീറ്റ് ഓൾ ദോസ് ഗൈസ്. പക്ഷേ മെയിനായിട്ട് ഞാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ. എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അത് മാത്രമല്ല, എനിക്ക് അവിടെ പോയിട്ട് കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. എന്താണ് ആ മെമ്മറീസ്? അവിടെ അങ്ങനെ തിരിച്ചു പിടിക്കാൻ പെണ്ണെ കാണും. എന്താണ് ആ മെമ്മറീസ് പോകുമ്പോൾ അറിയാം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബേസിക്കലി നമ്മുടെ വ്ളോഗ് ഇപ്പം കുറച്ച് പേര് ആൾക്കാർ കാണുന്നു, അറിയുന്നു. അതിൽ ഞങ്ങൾ വളരെ താങ്ക് യു. അപ്പോൾ അതിന് ഞങ്ങൾ താങ്ക് യു പറയണു. അതിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിനും അതുപോലെ തന്നെ ഹെയ്റ്റ് കമൻറ്റ്സ് വിടുന്നതിനും നമ്മളൊക്കെ താങ്ക് യു പറയുന്നുണ്ട്. പക്ഷേ ഹെയ്റ്റ് കമൻറ്റ്സ് നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സിലൊക്കെ ഓർമ്മ പറ്റിട്ടോ. ഇത് മര്യാദയ്ക്ക് കഴിക്കണം. അതില്ല കൈ പുതിയ ഡ്രസ്സ് എടുത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ കളഞ്ഞ് ഡ്രസ്സ് കൊളാക്കും. മെയിൻ എൻ്റെ ടീഷർട്ടാണ് ഇടാറ്.
അതെപ്പോഴും ടീഷർട്ട് ബേബി ഞാൻ ഇഷ്ടം കൊണ്ടല്ലോ ഇടാറ്. അപ്പോൾ ഞാൻ ടീഷർട്ടിന് ഇഷ്ടമില്ല. ടീഷർട്ടിലാക്കണത് ഇറ്റ്സ് ഓക്കെ എന്ന് കഴിച്ചോന്ന് ഫുഡ് ഞാൻ ഇടില്ല അങ്ങനെ ടീഷർട്ട് കേട്ടോ. പറയാമെന്ന് പറ പേടിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ ഒന്നും നോക്കാത്ത പോലെ തന്നെ ഇതിന് തിരിച്ച് റിപ്ലൈ പറയുമ്പോൾ ഞാനൊന്നും നോക്കുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തിടാനും ഓൺ ചെയ്തിടാനുള്ള ഓപ്ഷൻ ഓൾറെഡി യൂട്യൂബിലുണ്ട്. അങ്ങനെ കമൻറ്റ് സെക്ഷൻ ഓൺ ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് എടുത്തരാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഫൈൻ. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ നമുക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അത് നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസ്, നമ്മുടെ കമൻറ്റ് സെക്ഷൻ, അതിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണവർക്ക് പറയാനുള്ളത് കീപ് കമൻറ്റിങ്. ലൈക്ക് കീപ് കമൻറ്റിങ്. അതുപോലെ ഞങ്ങൾ തിരിച്ച് പറയുന്നുള്ളൂ. തിരിച്ച് ഗിവ് ആൻഡ് ടേക്ക് അത്ര ഹെൽത്തി ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് തോന്നണത് പറയാം, നമ്മൾ തോന്നണത് തിരിച്ച് അത്രേ ഉള്ളൂ. ലൈക്ക് യു ആർ നോട്ട് വെൽക്കം. പക്ഷേ എനിവേ ദ കമൻറ്റ് ബോക്സ് ഇസ് ഓപ്പൺ. സോ റിസൾട്ട് എടുത്തത് എൻ്റെ ബാക്കി അഖിൽ കഴിക്കുന്നുണ്ട്. അതിൽ കോഫി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ എനിക്ക് ബേസിക്കലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് റെസ്പെക്ട് പീപ്പിൾ ഹു കമൻറ്റ് ബാഡ് കമൻറ്റ്സ്. സോറി, അതെ കമൻറ്റ്സ് നമ്മുടെ ചോയ്സാണ്. ഓപ്പൺ ആക്കിയിട്ടേക്കണം, നമുക്ക് ക്ലോസ് ചെയ്യാം. അല്ലാണ്ട് ഓപ്പൺ ചെയ്തിട്ടിട്ട് എന്തിനിങ്ങനെ കമൻറ്റ് ഇടണ്ടെന്ന് പറഞ്ഞ ടീംസ് അല്ല നമ്മൾ ആക്ച്വലി. പക്ഷേ കമൻറ്റ് ഇട്ടതിനാണ് ഞങ്ങളും തിരിച്ച് സംസാരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയാൻ മറന്നുപോയല്ലോ. സോറി, യു ആർ നോട്ട് ദാറ്റ് റെലവൻറ്റ്. അതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കുകയാണ്. ഓക്കെ, ഭയങ്കര ബാഡ് കമൻസ്, A+ കമൻസ് ഒക്കെ ഇടുന്ന ആൾക്കാരോട് കേട്ടോ നമുക്ക് പറയാം. അല്ലാണ്ട് എന്നെ തടിച്ച് നീ മറ്റേത് കാണാൻ അങ്ങനെ ബോഡി ഷേമിങ് ഭയങ്കര എന്നൊന്നും വിളിച്ചോണ്ട് എനിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻസെക്യൂറേ അല്ല എൻ്റെ തടി. എനിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, പക്ഷെ അത് വേറെ കാര്യങ്ങളിലാണെന്ന് മാത്രം. എന്ത് വേണമെങ്കിൽ വായി തോന്നി വിളിച്ച് പറയാം. അത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. അതേപോലെ തന്നെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. റെസ്പെക്ട് കീപ്പ് ചെയ്യാം. റെസ്പെക്ട് അവർ കീപ്പ് ചെയ്യില്ലെങ്കിൽ തിരിച്ച് റെസ്പെക്ട് പ്രതീക്ഷിക്കരുത്. എനിക്ക് അത്ര പറയുള്ളൂ. അപ്പോൾ ബേസിക്കലി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്, ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആദ്യത്തെ കമൻറ്റ് അഖിലിന് വില തന്നില്ല എന്നാണ്. അതെ, ഞാൻ നിങ്ങളെ എല്ലാ കല്യാണം കഴിച്ചേക്കണേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കണേ. അല്ല കുട്ട മറ്റേ ഡ്രസ്സിലാവും കൈ പൊന്തിച്ചേ. അപ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ ശ്രദ്ധിക്കും. ഓക്കെ, അതായത് ചുമ്മാ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യരുത്. ലൈക്ക് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ ഗൈസ്. ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ഒരാൾ വാല്യൂ കൊടുക്കുന്നില്ല, അതിൽ ഒരു തരത്തിലും റെസ്പെക്റ്റ് കൊടുക്കാത്ത പോലെയാണ് പൂജയുടെ ബിഹേവിയർ എന്നൊക്കെ ചുമ്മാ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോൾ ദാറ്റ്സ് നോട്ട് റൈറ്റ് ആക്ച്വലി. ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ജഡ്ജ് ചെയ്യരുത് ഓൺലൈനിൽ ചുമ്മാ വന്നിരുന്നിട്ട്. ലൈക്ക് യു ക്യാൻ ലൈക്ക് ബട്ട് ഐ വിൽ ക്വസ്റ്റ്യൻ യു. കാരണം ഞങ്ങളുടെ ചാനലാണ്. ഇത്രേ ഉള്ളൂ. എനിക്ക് നല്ല വാല്യൂ തരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കൊടുത്തിട്ടും അല്ലെങ്കിൽ വാല്യൂ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ഇവിടെ 6 വർഷമായാലും ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, നിങ്ങൾ ഇനി നിങ്ങളുടെ ഭാര്യയോ പറഞ്ഞു നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വില കൊടുക്കും. നമ്മൾ ആരും അതിലേക്ക് വരുന്നില്ല. ഓക്കെ, നിങ്ങൾ വന്നോ, നമ്മൾ തിരിച്ചിങ്ങനെ പറയുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ലിവിങ് ടുഗെദർ എന്ന് പറയുന്ന ഒരു ഫ്രീ ഡാഷായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? ഫ്രീ ആയിട്ടാണോ? എനിക്ക് അറിഞ്ഞൂടാ. ഒരു കല്യാണം കഴിഞ്ഞാൽ ഇതെന്താ പെയ്ഡാവോ, അതോ ലിവിങ് ടുഗെദർ ആയാൽ മാത്രമാണോ ഇത് ഫ്രീ? ഇത് എന്താ പറയുക, ഞാനിതൊന്നും മൈൻഡ് ചെയ്യാത്ത ആൾ. കാരണം എനിക്കറിയാം ആൾക്കാർക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഇറ്റ്സ് ഫൈൻ, ഐ ഡോണ്ട് കെയർ ആക്ച്വലി. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ വി ഹാവ് ടു ടീച്ച് പീപ്പിൾ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ദിസ് ഈസ് റോങ്. ഐ വിൽ ടീച്ച് ബിക്കോസ് ഇറ്റ്സ് മൈ ചാനൽ. നിങ്ങൾക്ക് തോന്നിയത് പറയുമ്പോൾ ബ്രോ ഇങ്ങനെ പറയല്ലേ, നമ്മൾ മാന്യതയോട് കൂടിയിട്ടാണ് റിപ്ലൈ ചെയ്യാറ്. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങളുടെ അതേ ലെവലിൽ താഴ്ന്നു വന്നിട്ട് നമുക്ക് അതേ ലെവലിൽ സംസാരിക്കാൻ അറിയാണ്ടൊന്നുമല്ല. പക്ഷേ നമ്മൾ സംസാരിക്കാത്ത ആൾക്കാരാണ്. ലൈക്ക് വി ഡോണ്ട് നീഡ് സച്ച് പീപ്പിൾ ഇൻ അവർ എന്താ പറയുക കമൻറ്റ് ലിസ്റ്റ് ആക്ച്വലി. ബട്ട് വി ഡോണ്ട് കെയർ ആക്ച്വലി. അതാണ്. പിന്നെ എന്ത് തേങ്ങയ്ക്കാൻ നീ ഇവിടെ കിടന്നത് പറയണമെന്ന് ചോദിക്കും. പക്ഷേ ഞാൻ പറയടാ, നിങ്ങൾ കിടന്ന് പറയണില്ല, ഞാനും പറയട്ടെ കുറച്ച്. ഞാൻ പറയണത് എന്താ വെച്ചാൽ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റ് സെക്ഷൻ നമ്മൾ ഓണാക്കി ഇട്ടേക്കണത് നമ്മുടെ ചോയ്സ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അത് അവർക്ക് അറിയണ്ടേ. അങ്ങനെ നമ്മൾ പൊട്ടന്മാരായിട്ട് ഇത് ഓഫ് ചെയ്തിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ ചെയ്യുന്നില്ല ബേസിക്കലി. അതെ,
അപ്പോൾ ആക്ച്വലി ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അഖിലായിട്ട് തന്നെ പറഞ്ഞു ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു അഖിൽ. ബിക്കോസ് ഇങ്ങനത്തെ എന്താ പറയുക എടുത്ത് ചാടി വെകുളിത്തരം കാണിക്കുക അല്ലെങ്കിൽ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുക ഇതൊക്കെ ഞാനാണ് ചെയ്യാറ്. അഖിലിങ്ങനെയൊന്നും ചെയ്യാറില്ല. ബട്ട് ആൾക്കാർ പറയണതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണ്. ലൈക്ക് ആൾക്കാർക്ക് എന്തുവേണമെങ്കിൽ പറഞ്ഞൂടെ, തോന്നിയത് എന്തുവേണമെങ്കിൽ പറയാം. അത് വെച്ചിട്ട് നമ്മളെങ്ങനെ ആവണം എന്നാ പറഞ്ഞു. ഗൈസ്, മലേഷ്യയിലേക്ക് പോകുമ്പം നമ്മളുടെ സാധാ കണ്ടൻസുകളായിരിക്കില്ല. അതായത് മലേഷ്യയിൽ എന്ത് കാണാനുണ്ട്, മലേഷ്യയിൽ കാണാൻ വിസിറ്റ് ചെയ്യേണ്ട 10 സ്ഥലം, ഇതൊന്നും ആയിരിക്കില്ല. എൻ്റെ ഫുഡ് കഴിക്കേണ്ടതൊന്നും ആയിരിക്കില്ല. വി ആർ പ്ലാനിങ് ആക്ച്വലി നോട്ട് മീ ഐ പ്ലാൻ എ ലോട്ട് ഓഫ് സ്റ്റഫ്സ്. കുറേ സ്റ്റഫ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി എനിക്ക് തീരെ എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയും പൂജ എന്തൊട്ടാ ഇങ്ങനെ ഇരിക്കണമെന്ന്, അല്ലെങ്കിൽ എന്തായാലും കുറ്റം പറയും. അത് പിന്നെ പണ്ടല്ല. അപ്പോൾ ബേസിക്കലി ഉറക്കം ശരിയായിട്ടില്ല. പിന്നെ അഖിലിന് എന്തോ പറയാനുണ്ടെന്ന് പറയണം, നിങ്ങളത് കേട്ടോ. നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഭയങ്കര ഈ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ട് ചെയ്യുമ്പോൾ അത് വേറെ തരത്തിൽ കാണുന്ന ആൾക്കാരുടെ കമൻറ്റ്സ് ഇതൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലുണ്ട്. You guys are always welcome. But we will react, we will reply in a way. Malaysia. So we will be replying in a way where we make sense. Okay, we are. ഞാൻ പൂജ ബേസിക്കലി ആക്ച്വലി ഇതിൽ തീരെ മൈൻഡ് ചെയ്യാത്ത ആളാണ്. ഇതൊന്നും എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ പൂജ റിയാക്ട് ചെയ്യും. പക്ഷെ ഞാനങ്ങനെയല്ല. ലൈക്ക് ഐ ടേക്ക് ഇറ്റ് ഇൻ എ മെച്യൂർ വേ. സുജിത്തിനടുത്ത് കപ്പ് കേക്ക് മോഷ്ടിച്ച് കൊടുക്കണം. പാവനെ അവൻ ഇത്രയും പൈസ കൊടുത്തവിടെ കയറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഐ തോട്ട് വേറെ സാധനം എടുപ്പിട്ട്. ഓക്കെ, എനിവേസ് സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ we don't have time to waste and fruity for those kind of people. നമ്മൾ കേസ് കൊടുത്തിട്ടോ സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് it's gonna make a difference. It's a silly thing. We have to think. അതിനൊക്കെ മുകളിലാവണം നമ്മൾ. അല്ലാണ്ട് ആ ലെവലിൽ താഴെ വന്നിട്ട് നമുക്ക് റിയാക്ട് ചെയ്ത് ഒരു തരത്തിൽ ഓൺലൈൻ ഹേറ്റഡ് വരുത്തി, ഹേറ്റഡ് ഇൻ ദ സെൻസ് ലൈക്ക് ആ ലെവലിൽ താഴ്ന്നൊന്നും റിയാക്ഷൻ നമ്മൾ കിട്ടില്ല ആക്ച്വലി. മനസ്സിലായോ? 2024 യു ഹാവ് ടു മൂവ് ഓൺ ഗൈസ്. ട്രൈ റോസ്റ്റിംഗ് പീപ്പിൾ. ദാറ്റ്സ് എ പോസിറ്റീവ് ഹെൽത്തി വേ. നമുക്ക് എന്താ പറയുക, സൂപ്പ് ഇപ്പം എടുക്കാം. ഫുഡ് കഴിച്ചിട്ട് സൂപ്പ് കഴിക്കാൻ പറ്റുമോ? വരുന്നത് 1000 രൂപയാണ് നിനക്ക് ഒറ്റയ്ക്ക് നീ ഒരാൾ കൊടുത്തേക്കണേ. 1000 രൂപയ്ക്ക് നമ്മൾ ഇത്രയല്ലേ കഴിക്കണ്ടായിരുന്നു. നമുക്ക് കഴിച്ച് തീർക്കണം എല്ലാം. എടുത്തിട്ട് വാ. അതായത് ഞാൻ കപ്പ് കേക്ക് എടുത്തു. വേറെ എന്താ എടുക്കാൻ പറ്റുക? അതൊക്കെ എടുക്കുക വേഗം. ബാഗിലാക്കാം. ഡ്രിങ്ക്സ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും. ഇപ്പം കഴിക്കാനാ? ഇപ്പം എന്തേലൊക്കെ എടുക്ക്. നമുക്ക് സമാധാനം ഉണ്ടാവില്ല കൂട്ടാ. ചോറ് എടുക്ക്. ചോറ് മറ്റേ ബിരിയാണി, ചെന്നൈ ബിരിയാണി. എന്നിട്ട് കൂട്ട ഇങ്ങനെയാണ് നമ്മൾ. അതായത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് പോയിട്ടില്ലല്ലോ. അതിങ്ങനെയാണ് നമ്മളിങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് ഫ്ലൈറ്റിലേക്ക് പോകണം. അല്ലാണ്ട് ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടില്ല. അതറിയില്ലേ? ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് കിട്ടും. ഇല്ല കുട്ട, ഇങ്ങനെ ഇവിടെ എടുത്ത് കൊണ്ടുപോകുന്ന അതെ ഒന്നും പറയണില്ലട്ടാ. ഫ്ലൈറ്റിലെടുത്തോണ്ട് പോകണം ഫ്ലൈറ്റിക്ക്. എന്താ സത്യം കിട്ടും അങ്ങനെ. സോ ഗൈസ് 11 മണിക്കാണ് നമ്മുടെ ബോർഡിംഗ്. നമ്മുടെ സുജിത്ത് പുറത്ത് വെയിറ്റ് ചെയ്ത് നീ സവാരി ചാനൽ തുടങ്ങി. ഇൻഫർമേഷൻസ് മാത്രം പാസ് ചെയ്യുന്നൊരു ചാനലായിരിക്കും. ഇവിടെ എന്റർടൈൻമെന്റ് തരവാളിരിക്കണ്ടല്ലോ. കേക്ക് പ്ലേറ്റില് ചിക്കൻ കൊണ്ടുപോകണം ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു പ്രസമാറ്റിക്കാ നമ്മള് ഫുഡ് കണ്ടാലും അവർ കേട്ടുള്ളൂ. നീ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയിട്ടൊന്നും അറിയാത്തതാ. ഫസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ചെയ്യാൻ പോകണം അല്ലേ? നമ്മൾ പോയിട്ട് വരട്ടെ ഗൈസ്. ടാറ്റ പറയും.
പറയാകില്ല എത്ര സന്തോഷവാനാണ്. നല്ല സന്തോഷമാണ്. റിയലി എക്സൈറ്റഡ്. കാരണം ഇന്ത്യ വിട്ട് പുറത്ത് പോകണം ആദ്യമായിട്ട്. അഖിലങ്ങനെ ഇന്ത്യയുടെ പുറത്തേക്ക് എത്തി ഗായ്സ്. അവിടെ വെറുപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സുജിത്ത് ആ കുട്ടി വന്ന എയർ ഹോസ്റ്റസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ മുടി നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഭംഗി നോക്കാറുള്ളൂ, എക്സ്പ്ലെയിനിങ് ഒന്നും നോക്കാറില്ല. ഇവിടെ അഖിലൊക്കെ എയർ ഹോസ്റ്റസിന്റെ എക്സ്പ്ലെയിനിങ് ആണ് നോക്കാറ്. കാര്യം പോലെ ആരോടേക്ക് പറയണേ. അത് ശരിയാ. ഓക്കെ, നമുക്ക് നല്ലൊരു ക്യാമറമാനെ കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യം. അതിൽ ഫുൾ ടൈം ക്യാമറ ഓഫ് ചെയ്യുക. കാരണം ഇവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇവൻ്റെ ആൾക്കാർ കാണരുതെന്നുള്ള ഏറ്റവും വലിയ സംഭവമാണ് അവനെ. ഇത് എപ്പോൾ സീഗേഴ്സിൽ മലേഷ്യ കണ്ടും ഇത് അടിക്കുക. നിങ്ങൾ പറയും നിങ്ങൾക്ക് അഖിലിനല്ലേ കാണേണ്ടത്, എന്നല്ലല്ലോ കാണേണ്ടത്. എനിക്കറിയാം നിങ്ങൾ അഖിലേട്ടൻ ഫാൻസ് ആണെന്ന്. ക്യാമറ പിടിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ ബ്ലോഗുകൾ ഞാൻ ചുള്ളന്മാരെ മാത്രം കൊണ്ടുവരുന്നു. ഇത് വേറെ ചുള്ള. ഇവൻ്റെ പേരാണ് സുജിത് സുരേന്ദ്രൻ. ഇവ സിംഗിളാണ് കേട്ടോ. ആ സുജിത്ത് ആക്ച്വലി നമ്മുടെ സവാരി ട്രാവൽ മേറ്റ്സിന്റെ വിന്നറാണ് കേട്ടോ. നമ്മൾ ശരിക്കും കൊണ്ടുപോകും ആൾക്കാരെ. നിങ്ങളെ പറ്റിക്കല്ല, മനസ്സിലായില്ലേ? നിങ്ങളെന്താ വിചാരിച്ചേ? ഞാൻ ചോദിക്കട്ടെ കുറച്ച് കാര്യങ്ങള്. അതാ പോയി. നിങ്ങളെന്താ വിചാരിച്ചത് ഞാൻ പറ്റിക്കാണെന്നോ? ഒരിക്കലല്ല. കണ്ടില്ലേ എൻ്റെ തെളിവ് ഇവിടെ ഇരിക്കണേ. എങ്ങനെയുണ്ട് സുജിത്ത്? ഇത് പറയൂ. ഉറക്കെ പറഞ്ഞ മൈക്കോടെ. അതായത് നമ്മൾ സുന്ദരന്മാരെയാണ് കൊണ്ടുവരുന്നത് സവാരി ട്രാവൽ മേറ്റ്സ്. അത് ഒരു സന്തോഷം കൊണ്ടൊന്നും പറയാല. അവൻ വാക്കുകളിൽ ദൃഢമുഴങ്ങിതനായി. ഓക്കെ, ഇല്ല അവ ഒന്നും പറയില്ല. അവ ഇൻട്രോവേർട്ട് അവ ഒന്നും പറയില്ല. നമ്മളെ പെണ്ണുങ്ങളെ എയർ ഹോസ്റ്റസ് എന്ന് വിളിക്കും, ആണുങ്ങളെ വിളിക്കുക എയർ ബോയ്സ്. അത് ഞങ്ങൾ അഖില് ഒരു മിനിറ്റാ. അഖില് മലേഷ്യ എയർലൈൻസ് കയറിയപ്പോ തൊട്ട് ഇംഗ്ലീഷ്. അഖില് ആരാണ്? തമിഴ് ഞാൻ പേசுற കാരണം മലേഷ്യയിൽ തമിഴാളികളാ. സോറി, ഇതോടുകൂടെ ഉള്ള 64K സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. ഉറക്കം കിട്ടിയിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്. ഹൗ ഡു യു ഫീൽ? I feel really good. See, we are landing. Finally, we are in Malaysia. And നോക്കട്ടെ, സ്മൂത്ത് ലാൻഡിങ് ആണ്. ലാൻഡ് ചെയ്തു. Muhammad Arif dan semua rakan ucapkan terima kasih bersama Malaysia dan semoga bertemu lagi pada masa datang. Najwa, welcome to KL International Airport. ആ ഫ്ലൈറ്റ് അവിടെ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, സ്ട്രേറ്റ് ലൈന്. അതെങ്ങോട്ടുള്ളതാണ്? അത് ഇങ്ങോട്ടുള്ള തന്നെയല്ലേ? Okay, so what do you feel? മലിൻഡോ. ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല നൈസ് വെതറൊക്കെയാണ്. എൻ്റെ വെച്ച് നമ്മുടെ നാട്ടിലിപ്പം 4:30 ഉണ്ടാവുള്ളൂ, ഇവിടെ 6:30 അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു, നല്ല കൂർക്കം വലിച്ച് ഉറക്കുക. അഖിലും അതെ, അഖിലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. മാറണം. അഖിലാണെങ്കിൽ ഓരോ ടൈമും ഡെലിവറി അതെ വെറുതെ നടന്ന് വിഷ്വൽ എടുക്കുക. അതായത് ഇവിടെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല പിള്ളേർക്ക്. ഞാനാണ് താങ്കളുടെ ടൂറിസ്റ്റ് ഗൈഡ് കേട്ടോ ഇനി കുറച്ച് ദിവസം. ഓക്കെ ഗൈസ്,
ആദ്യം തന്നെ അഖിലിൻ്റെ കണ്ണ് എങ്ങോട്ടാ നിങ്ങൾക്കറിയാലോ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് നേരെ ഓപ്പോസിറ്റ്. സോ ഇതാണ് മലേഷ്യൻ എയർപോർട്ട്. സൺറൈസ് സൂപ്പറായിട്ടുണ്ട്. അതെ, സൺറൈസ് ഒക്കെ നാട്ടിലും കാണും. ഇങ്ങനത്തെ കടയൊക്കെ നീ അവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗുഡ് ബോട്ടിൽസ്. ആക്ച്വലി ഇവിടെ കുറേ പേര് തമിഴാണ് കേട്ടോ സംസാരിക്കണത്, അതുകൊണ്ട് പൂജാപ്പിക്ക് എളുപ്പമായി. ഇവിടെ അടുത്ത വെള്ളടിക്കൊന്നുമില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് എത്ര വില എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് തന്നെ പിടിച്ചേ. ഓക്കെ, ഇവിടുത്തെ പൈസ റിങ്കറ്റാണ്. ഇവിടെ ഇത് റിഗ്രറ്റ് എന്ന് പറഞ്ഞ് എന്നെയും കൂടെ റിഗ്രറ്റ് ചെയ്യിക്കിട്ട് വന്നേന്. അതാണ് അവരാ പേരിട്ടേക്കണേന്ന്. ഓക്കെ, നമ്മൾ ബാഗ് എടുത്തിട്ടൊന്നുമില്ല, ഇവള് വെറുതെ തേരാമാര നടക്കുന്നുണ്ട് ഇവിടുത്തെ ഷോപ്പ്. ആ, ഒരു മൈൻഡില്ലട, ചിരിക്കൂല. എന്താണ് അവർക്ക് അപ്പം ചുട്ടലല്ല ജോലി, പ്ലെയിൻ പറപ്പിക്കലാണ്. പ്ലെയിനല്ലേ പറപ്പിക്കണത്. ഇവിടെ ഇന്ത്യൻ മിലിറ്ററിയിൽ നിൽക്കുന്ന ആൾക്കാർ വരെ നമ്മളെ ചിരിക്കുന്നു. ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് അത്ര വലിയ മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഓക്കെ, ഭയങ്കര ശാന്തതയുള്ള, ഭയങ്കര അധികം സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇവിടെ ഭയങ്കര ശാന്തത ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോലെ ഓളിട്ട് കഴിഞ്ഞാൽ, നാട്ടിൽ ഓളിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്. പക്ഷെ ഇവിടെ ഓളിട്ട് അങ്ങനെയല്ല തോന്നുന്നുണ്ട്. ഒരു കാര്യം പറയാം, തലസ്ഥാനത്താണ് തിരുവനന്തപുരം എയർപോർട്ടെങ്കിലും AC ഇല്ല, ഭയങ്കര ചൂടാണ് അവിടെ. ബിഗ് ബോസ് പോലെയാണത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ആൾക്കാർ വിചാരിക്കും AC ഉണ്ടെന്ന്, പക്ഷെ അവിടെ AC ഇല്ല ഗൈസ്. അതെ, നമുക്ക് സിം എടുക്കണോ? വൈഫൈ ഇருக்கு. ഓക്കെ, സോ ബേസിക്കലി ഞാൻ ഈ വ്ളോഗ് മേ ബി ഇവിടെ വെച്ച് എൻഡിക്കും. അത് കഴിഞ്ഞിട്ട് മോർ എക്സൈറ്റിംഗ് വീഡിയോസ് ആർ വെയിറ്റിംഗ് ഗൈസ്. ബാഗ് എടുക്കാൻ വന്നേക്കാണ്, കാരണം അഖിലിൻ്റെ അവരുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ബാഗ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഓക്കെ അഖിൽ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് പറഞ്ഞാലോ? യെസ്, നമ്മളിപ്പോൾ മലേഷ്യയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷനപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ കുറച്ച് ഡിലേ ആയിരുന്നു. നല്ല എന്താ പറയുക, ആൾക്കാർ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് എമിഗ്രേഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളിവിടെ പല്ലേക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് ഫ്രഷ്നപ്പായി. ഇനി ബാക്കി വ്ളോഗ് നമ്മൾ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് വേറൊരു പുതിയ കോണ്ടന്റ് ആയിട്ടായിരിക്കും കാണുക. ഇതിൻ്റെ ബാക്കി ഇപ്പോൾ പരിപാടികളൊന്നും ഞാൻ കാണിക്കില്ല, കാരണം ബേസിക്കലി ടയേർഡാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബൈ പറഞ്ഞാലോ? ഓക്കെ, ബൈ ഗൈസ്, ലവ് യു. ഹോപ്പ് ദിസ് വീഡിയോ ഗൈസ് എൻജോയ് ദ വീഡിയോ അല്ലേ? Bye.